വണ്ടി കൊടുക്കി. അപ്പൊ ഇന്ന് വട്ടത്തിലും നീളത്തിലും മുമ്പ് ദിവസമാണ്. സംഭവത്തിനോടൊപ്പം പഠനം റിട്ടേൺ പരിക്കേക്ക് വരുമ്പോ സംഭവം നടക്കും. പിന്നെ ഈ വണ്ടിയുടെ പട്ട് കാര്യമില്ല, ഈ സ്ഥിരം ഇങ്ങനെ കിക്കർ അടിച്ചാലേ ഓൺ ആവും. സെൽഫ് പറഞ്ഞ സാധനമില്ല. അങ്ങനെ നേരെ വരുന്നവയ്ക്ക് ഒരു കരിക്കുടിക്കാൻ കയറിയിട്ടുണ്ട്. കരിക്കുടിക്കാൻ കയറിട്ട് എനിക്ക് ഐസ്ക്രീം ഇടി. ലാസ്റ്റ് കഷ്ടപ്പെട്ടെങ്കിൽ അയാളുടെ ഐസ്ക്രീം എടുത്ത് ഇതിലേക്ക് എടുത്തിട്ട് നമ്മൾ കുടിച്ചിട്ട് പരിക്കേക്ക് വരും. പരിക്കേക്ക് കയറുമ്പോ അവിടെ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി അതെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ അടുത്ത പണിക്ക് ഇല്ലെത്തിയാടും. ബായ് സാബിന് പൈസ നാട്ടിലേക്ക് അയക്കണമല്ലോ, പൈസക്കാരൻ. അങ്ങനെ നമ്മള് ബായിനെയും കൂട്ടി പൈസന്റെ പോസ്റ്റ് ആക്കിയിട്ട് നേരെ പണിക്ക് പണി സ്റ്റാർട്ട്. അങ്ങനെ സാധനവും കയറ്റി ലോഡാക്കിയിട്ട് സാധനം എടുത്ത് സൈറ്റിൽ കീക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ സൈറ്റ് കാര്യം കണ്ടാണ് ആടത്തി ഞാൻ സാധനം കീച്ചിട്ട് വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടേക്കാൻ പോകുമ്പോൾ പണി വയ്യാതൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് എന്നോട് പറഞ്ഞ അയാൾ റിവേഴ്സ് എടുത്തിടുന്നു. റിവേഴ്സ് എടുക്കാൻ വേണ്ടി ചെറുങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുക, ടയർ തിരികെ ടയർ കൊണ്ടുപോകും. അയാളെ ഞാൻ വെറുതെ വിടും. അയാളെ കൊണ്ട് തന്നെ ഇല്ല കല്ലടിപ്പിച്ച് കൊണ്ടടപ്പിച്ചിട്ടുണ്ട്. ഞാൻ നടന്ന് വണ്ടി കയറുന്നില്ല. എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ലാസ്റ്റ് അയാൾ എന്നെ കൈ കഴിഞ്ഞിട്ട് അയാൾ പോയി. വണ്ടി അന്ന് കൊണ്ടുവന്ന് എടുക്കാനും കഴിഞ്ഞില്ല, വണ്ടി കൊണ്ട് തന്നെ കിടക്കുകയും ചെയ്തു. വണ്ടി ലാസ്റ്റ് ഞാൻ സൈറ്റിൽ കയറി പണി വലിയ പടമംഗലം നടന്നത് കാര്യം ഒരു ഫാൻ വെച്ചൂടെ ഒടുക്കത്തെ ചൂട്. ഞാൻ വെള്ളം കൊള്ളു കുടിച്ചിട്ട് അങ്ങനെ വേഗത്തെ പറമ്പ് പോയിട്ട് ഒരു മട്ട സൂപ്പ് അടിച്ചിട്ട് ഞാൻ പാത്രം പാത്രം മെഷീനിൽ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ സാധനം റെഡിയാക്കി ഫുഡും കഴിക്കായിരുന്നു. ഫുഡും കഴിച്ച് നേരെ നാട്ടിലേക്ക് ഇട്ട്